ഇവിടെ ഞാൻ വളരെ കുറച്ച് ഒരു 300 ഗ്രാമിനടുത്ത് ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കി കണ്ടില്ലേ, ഇതുപോലെ ഇത്രയൊരു സൈസിൽ നിങ്ങളൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ കഴിക്കാനാണെങ്കിലും നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഒത്തിരി വലിയ സൈസിൽ കട്ട് ചെയ്യരുത്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ വളരെ കുറച്ച് ഒരു 1/4 ടീസ്പൂണിനടുത്ത് മഞ്ഞൾപ്പൊടി, പിന്നെ ഇതിലോട്ട് ആവശ്യമായിട്ടുള്ളത് കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂണിനടുത്ത്, പിന്നെ ഒരു 1/4 ടീസ്പൂണിനടുത്ത് കുരുമുളക് പൊടി. ഇത്രയും ചേർത്തതിന് ശേഷം ഇതിനെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക. കൈ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ശരിക്കും അരിവൊക്കെ ആയിട്ട് പിടിച്ചു കൊടുക്കുക. പിന്നെ ഒത്തിരി നേരം ഇത് മാരിനേഷൻ ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കൊരു 10 മിനിറ്റൊക്കെ, അതായത് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തെടുക്കുന്ന ആ ഒരു സമയം മതി ശരിക്കും. ഇപ്പം ഞാൻ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഈ ഒരു സമയം കൊണ്ട് നമ്മൾ നൂഡിൽസ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സമയം ഇത് മാരിനേഷൻ ചെയ്യാൻ വെച്ചാൽ മതി. അപ്പോൾ ഞാൻ നന്നായിട്ട് വെള്ളം ഒരു പാത്രത്തിനകത്ത് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് തിളച്ച് വരുമ്പോഴാണ് നമ്മൾ ഇതിനകത്തോട്ടേക്ക് നൂഡിൽസ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നൂഡിൽസ് നിങ്ങൾക്ക് ഒന്നുകിൽ മൈദയുടെ നൂഡിൽസ് ഉപയോഗിക്കാം, അതല്ലെങ്കിൽ വീറ്റിൻ്റെ നൂഡിൽസ് ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത് വീറ്റ് നൂഡിൽസാണ് കേട്ടോ. ഇതൊരു തായ് പ്രൊഡക്റ്റ് ആയിരുന്നു. ശരിക്കും നല്ല നൂഡിൽസാണ്. ഞാൻ ഒരു തവണ ഉണ്ടാക്കി നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് തോന്നി. അപ്പോൾ വീറ്റ് നൂഡിൽസ് ആണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. മൈദയിലാണ് ശരിക്കും ചോപ്സ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ വീറ്റ് യൂസ് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ ഇതിന് നമുക്കൊന്ന് ഒരു 5 മിനിറ്റൊക്കെ മതി. 5 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്ക് നൂഡിൽസ് നന്നായിട്ട് കുക്കായിട്ട് വരും. അപ്പോൾ ഒരു ഇത്തിരി ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഞാൻ കുറച്ച് വെജിറ്റബിൾ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോഴാണെങ്കിൽ നമ്മുടെ നൂഡിൽസ് ഒന്നും ഒട്ടിപ്പിടിച്ച് പോവില്ല. അപ്പോൾ ഇതിന് ഒരു 5 മിനിറ്റ് ഒന്ന് തിളക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ റെഡിയാവും. അപ്പോൾ നൂഡിൽസ് നിങ്ങളുടെ ചോയ്സാണ്. നിങ്ങൾക്ക് ഒന്നുകിൽ മൈദയുടെ ഉപയോഗിക്കാം, അതല്ലെങ്കിൽ വീറ്റിൻ്റെ ഉപയോഗിക്കാം. ഞാൻ പറഞ്ഞ പോലെ ഈ തായ് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ UFC-യുടെ ഒക്കെ പ്രൊഡക്റ്റ് വാങ്ങിക്കാനുണ്ട് സൂപ്പർ മാർക്കറ്റിൽ. അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് ഏതാണെന്ന് വെച്ചാൽ വാങ്ങിക്കുക. ഇതിപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടില്ലേ, നൂഡിൽസ് നല്ല കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിനെ നമ്മൾ ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഈ വെള്ളം നന്നായിട്ടൊന്ന് സ്ട്രെയിൻ ചെയ്ത് കളയാം നിങ്ങൾ. ശേഷം സ്ട്രെയിൻ ചെയ്തതിന് ശേഷം ഒന്നുകിൽ നല്ല തണുത്ത വെള്ളം അല്ലെങ്കിൽ നമ്മുടെ സാധാരണ നോർമൽ വാട്ടർ തന്നെ ഇതിൻ്റെ മുകളിൽ കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നൂഡിൽസ് ഒന്നും തന്നെ നമ്മൾ ഒട്ടിപ്പിടിക്കില്ല, നല്ല പെർഫെക്റ്റായി കിട്ടും. അപ്പോൾ ഇത് ഞാനൊന്ന് സ്ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അതായത് നന്നായിട്ട് വെള്ളമൊക്കെ കളഞ്ഞ് അതിൻ്റെ മുകളിൽ കൂടി കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ച് സ്ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുള്ള നൂഡിൽസാണിത്. ഇപ്പോൾ ഇത് നല്ല പെർഫെക്റ്റായി കിട്ടിയിട്ടുണ്ട്, ഒന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല. ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ചിക്കനെ ഒന്ന് ജസ്റ്റ് നമ്മൾ നേരത്തെ മാരിനേഷൻ ചെയ്ത ചിക്കൻ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കുക. വെജിറ്റബിൾ ഓയിൽ തന്നെയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. വളരെ കുറച്ച് വെജിറ്റബിൾ ഓയിൽ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. പിന്നെ ചെറിയ പീസസ് ആയിട്ടല്ലേ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഫ്രൈ ആയി കിട്ടും. അപ്പോൾ ഇതുപോലെ ഒരുമിച്ച് ചേർത്ത് കൊടുക്കാതെ ഇങ്ങനെ ഓരോ പീസസ് ആയിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്നൊന്ന് കുക്കായി കിട്ടാൻ എളുപ്പമായിരിക്കും, പെട്ടെന്ന് കുക്കായി കിട്ടും. അപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് ആ ഒരു മൊരിഞ്ഞ് വരുന്ന ആ ഒരു ടൈമിൽ നമുക്ക് തിരിച്ചിട്ടിട്ട് മറ്റേ സൈഡ് കൂടി കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. ഇത് കണ്ടില്ല, ഇതാണ് ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു സൈഡ് നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. പിന്നെ അടുത്ത സൈഡ് കൂടി നമുക്ക് അതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ശരിക്കും നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. പിന്നെ കഴിക്കാൻ എനിക്കെന്തോ ഒത്തിരി ഇഷ്ടം തോന്നി ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ. അപ്പോൾ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. 2 സൈഡ് ഇപ്പോൾ ഒരുപോലെ പാകമായിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെച്ചിട്ട് നമ്മൾ കുറച്ച് സോസ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഒന്ന് കുറച്ച് വെജിറ്റബിൾസ് ചേർത്തിട്ട്, അപ്പോൾ അതേ ഓയിലിലോട്ട് തന്നെ ഞാൻ കുറച്ച് വെളുത്തുള്ളി ഒന്ന് ഇങ്ങനെ കീറിയിട്ട് വെച്ചിട്ടുള്ളതാണ്. അതേപോലെ കുറച്ച് ഇഞ്ചി, എല്ലാം വളരെ കുറച്ച് മാത്രം. ഒരു 3 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ വളരെ കുറച്ച് സവാള നമ്മൾ ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഞാനതിൻ്റെ കണക്കൊന്ന് പറഞ്ഞു തരാം എല്ലാം എത്രയാണെന്നുള്ളത്. ഇത് 2-3 മിനിറ്റൊക്കെ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, റോസ്റ്റ് ചെയ്യുക. ഒത്തിരി നേരം ഇതിനകത്ത് വെജിറ്റബിൾസ് ഒന്നും നമ്മൾ റോസ്റ്റ് ചെയ്യില്ല. അപ്പോൾ സവാള ചേർത്ത് കഴിഞ്ഞാലും വളരെ കുറച്ച് നേരം, എല്ലാം 1-2 മിനിറ്റ് മാത്രം. അതൊന്ന് ജസ്റ്റ് ആ എണ്ണയിൽ കിടന്നൊന്ന് ചൂടാവണം എന്നുള്ള ആ ഒരു ടൈം മാത്രമേ വേണ്ടൂ. അല്ലാതെ നമ്മൾ കറിയും അതൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉള്ള പോലെ വഴറ്റിയെടുക്കരുത്. ഇനി ഇതിനകത്തോട്ടേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ക്യാരറ്റാണ്. എല്ലാം നീളത്തിൽ തിന്നായിട്ട് കട്ട് ചെയ്യാൻ നോക്കുക. ഇതിനേക്കാളും തിന്നായി കട്ട് ചെയ്യാൻ കഴിയുമെങ്കിൽ ഇതിനേക്കാളും തിന്നായി കട്ട് ചെയ്യുക. കുറച്ച് ഗ്രീൻ ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം, അതുപോലെ കുറച്ച് യെല്ലോ ക്യാപ്സിക്കം. അതൊക്കെ നല്ലൊരു കളർഫുള്ളായിരിക്കും, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ശരിക്കും ഇതിൽ 2 തവണ ഇതിന് മുന്നേ ഉണ്ടാക്കി നോക്കി. ആദ്യം ഉണ്ടാക്കിയത് ശരിക്കും അവരുടെ ആ ഒരു മെത്തേഡ് ഫോളോ ചെയ്തപ്പോൾ എനിക്ക് അത്ര ഇതിൻ്റെ ടേസ്റ്റൊന്നും ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ നമ്മുടെ രീതിയിൽ കുറച്ച് സ്പൈസസൊക്കെ ചേർത്ത് ഒന്ന് മാറ്റം വരുത്തിയപ്പോൾ
എന്താ നമ്മുടെ ആ ടച്ചിലോട്ട് കൊണ്ടുവന്നപ്പോൾ നമുക്ക് എന്തായാലും ആ ഒരു ഫുഡ് ഐറ്റം കഴിക്കാൻ കൂടുതൽ ഇഷ്ടം ഉണ്ടാവുമല്ലോ. അപ്പോൾ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ നമ്മളതായ രീതിയിൽ കുറച്ച് സ്പൈസും പച്ചമുളകൊക്കെ അതുകൊണ്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ വൈറ്റ് പെപ്പറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്, ഒരു 1/2 ടീസ്പൂണിനടുത്ത്. ആ കളറ് ശരിക്കും മനസ്സിലാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാരണ കുരുമുളക് പൊടി ഉപയോഗിക്കാം. ഒരു 1/4 ടീസ്പൂണിനടുത്ത് പഞ്ചസാര, അപ്പോൾ അത്രയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്തോട്ടേക്ക് വളരെ കുറച്ച് 1 ടീസ്പൂണിനടുത്ത് വിനെഗർ എപ്പോഴും നമ്മൾ ഇതുപോലെ ഇന്തോ ചൈനീസ് ഡിഷസ് ചെയ്യുമ്പോൾ വിനെഗർ ചേർത്ത് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. 1 ടീസ്പൂണിനടുത്ത് ചില്ലി സോസൊക്കെ ഞാൻ കുറച്ച് ഉപയോഗിച്ചിട്ടുള്ളൂ. അതുപോലെ 1 ടേബിൾ സ്പൂൺ മുഴുവനായിട്ട് ടൊമാറ്റോ സോസാണ്, നമ്മൾ കെച്ചപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതും ഇതുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്തോട്ടേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, ഒരു ടേബിൾ സ്പൂണിനടുത്ത് 2 ടേബിൾ സ്പൂണിനടുത്ത് വെള്ളത്തിനകത്ത് ഒഴിച്ചിട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ അങ്ങനെയൊന്നും ചെയ്യാതെ ഒരു 2 ടേബിൾ സ്പൂണിനടുത്ത് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ കോൺഫ്ലോർ കൂടി മിക്സ് ചെയ്ത് ഇതിനൊന്ന് തിക്കായിട്ട് എടുക്കാം. എനിക്ക് ആ കോൺഫ്ലോറിൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാൻ ആഡ് ചെയ്യാതിരുന്നത്. അപ്പോൾ ആ സ്റ്റെപ്പ് ഞാൻ സ്കിപ്പ് ചെയ്തതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ 2-3 ടേബിൾ സ്പൂൺ വെള്ളം മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. പിന്നെ ചിക്കൻ കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ ഈ സോസും ചിക്കനൊക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് ചേർന്ന് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്കിനി നൂഡിൽസ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പം അതിനകത്തോട്ടേക്ക് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നൂഡിൽസ് നമുക്കൊരു റൗണ്ട് ഷേപ്പിലാണ് കിട്ടേണ്ടത്. അപ്പോൾ ശരിക്കും ആ ഷെഫൊക്കെ ചെയ്യുന്ന അത്രയും പെർഫെക്റ്റിലൊന്നും നമുക്ക് കിട്ടില്ല കേട്ടോ. എന്നാലും നമ്മളേതായ രീതിയിൽ നമ്മളൊന്ന് ജസ്റ്റ് ചുറ്റിച്ച് ഒരു റൗണ്ട് ഷേപ്പിലാക്കി കൊടുക്കുക. അപ്പോൾ ഏകദേശം നമുക്കൊക്കെ കിട്ടുമോ എന്ന് നിങ്ങൾ ശരിക്കും ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു റൗണ്ട് ഷേപ്പിൽ തന്നെ കിട്ടും. അപ്പോൾ ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. കണ്ടില്ല, ഇതിപ്പോൾ ആ ഒരു ഫ്രൈ ആയി വന്നത് ഞാനിപ്പോൾ ഇതൊന്ന് ടച്ച് ചെയ്ത് കാണിക്കും, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇതിൻ്റെ കളറ് മാറി ഒരു ഗോൾഡൻ ബ്രൗണിഷ് കളറാവും. അതാണ്, കണ്ടില്ലേ, ഇതാണ് ഇതിൻ്റെ പാകം എന്ന് പറയുന്നത്. ഇതൊന്ന് ഞാൻ എടുത്തിട്ട് അടുത്ത് സൂം ചെയ്ത് കാണിച്ചു തരാം. കണ്ടില്ലേ, ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം. നല്ല ക്രിസ്പി ആയിട്ടായിരിക്കുന്നത് കേട്ടോ. ഇതിൻ്റെ മുകളിൽ ശരിക്കും ആ ചിക്കൻ്റെ ഫില്ലിങ്സൊക്കെ ഇട്ടിട്ട് കഴിക്കുമ്പോൾ ശരിക്കും ഒരു വെറൈറ്റിയാണ്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. ഒരു തവണ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഷുവറായിട്ട് നെക്സ്റ്റ് ടൈം നിങ്ങൾക്ക് ഉണ്ടാക്കണം എന്ന് തോന്നും. ഇപ്പോൾ ഒരു മുട്ട നമ്മൾ എഗ് ബുൾസൈ ഉണ്ടാക്കി ഇതിൻ്റെ മുകളിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ഓയിലൊന്ന് തൂക്കിയിട്ട് ഞാനൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിപ്പോൾ എൻ്റെ ഇതിനകത്ത് കുറച്ച് സ്പ്രെഡായി പോയിട്ടോ. ഇതിനേക്കാൾ നല്ല പെർഫെക്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടി, അത് ഞാൻ വൈറ്റ് പെപ്പർ തന്നെയാണ് തൂക്കി കൊടുക്കുന്നത്. അപ്പോൾ ബുൾസൈ കൂടി അതിൻ്റെ മുകളിൽ വെച്ചിട്ട് സെർവ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി കാണാനും നല്ല ഒരു ഭംഗിയായിരിക്കും. അപ്പോൾ ബുൾസൈ റെഡിയായി. അപ്പോൾ ഫില്ലിങ്സ് ബുൾസൈ എല്ലാം റെഡിയായി. ഇനി ചോപ്സി എങ്ങനെയാണ് സെർവ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഇത് നമ്മൾ ഫ്രൈ ചെയ്ത നൂഡിൽസ് ഞാൻ ഇവിടെ ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ടോപ്പിലായിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ക്യാപ്സിക്കം ചിക്കനൊക്കെ കൂടിയിട്ടുള്ള സോസ് മിക്സ് ആയിട്ടുള്ളതൊന്ന് നമുക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങളൊന്ന് കഴിച്ച് നോക്ക്. ശരിക്കും ഇങ്ങനെയുള്ള ഡിഷസ് നമ്മൾ മറ്റുള്ള രാജ്യങ്ങളിലെ ഫുഡ് ഐറ്റംസ് ഇടയ്ക്ക് ഇങ്ങനെ കഴിച്ച് നോക്കുന്നവർ ശരിക്കും ഒരു വെറൈറ്റി തന്നെയല്ലേ. ഇതൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡിഷ് തന്നെയാണ്, നമുക്ക് ഇഷ്ടമാവും എന്തായാലും. അപ്പോൾ ബുൾസൈ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് സെർവ് ചെയ്യാം. ഇതിപ്പോൾ നമ്മുടെ അമേരിക്കൻ ചോപ്സി ചിക്കൻ ഫിൽഡ് വിത്ത് ഇന്ത്യൻ ടച്ച് നമ്മുടെ കേരള ടച്ച് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പ്രിപ്പയർ ചെയ്ത് നോക്കട്ടെ, എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.